ഹലോ, നാളെ ഏച്ചി നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഒരു കേക്ക് ആക്കാനുള്ള ഒരു തയ്യാറെടുപ്പില്ല. നമ്മൾ അവിടെയൊക്കെ ക്ലിപ്പൊക്കെ ഉണ്ടാവും കേട്ടോ, മൈക്രോവേവിൻ്റെ അടുത്തൊക്കെ. കേക്കൊക്കെ ആയി, കേക്ക് ആറാൻ വെക്കുമ്പോഴേക്കും നക്ഷക്ക് ഒരു പാർസൽ വന്നു. പാർസൽ വരുമ്പോൾ നക്ഷക്ക് ട്യൂഷനും അതേ സമയമായിരുന്നു. അപ്പോൾ അവൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പൊട്ടിക്കുന്നത്. അത് ഒരു വേവ് ബോർഡായിരുന്നു. അവൾക്ക് കുറേ നാളായി അത് വേണമെന്ന് പറയുന്നത്. അവളെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അത് യൂസ് ചെയ്യാറുണ്ട്. ഫ്രണ്ട്സിൻ്റെ ആ ഒരു ധൈര്യത്തിൽ വാങ്ങിക്കൊടുത്തതാ. അപ്പോൾ അവൾക്ക് അങ്ങനെ പ്രാക്ടീസ് ഒന്നുമില്ല. പക്ഷേ വോളൊക്കെ പിടിച്ചിട്ട് പതുക്കെ പതുക്കെ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ടയറൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് പേടിയായി. ആകെ എന്താ പറയുക, നമ്മളെ റിവോൾവിങ് ചെയറിൻ്റെ ഒക്കെ പോലത്തെ ടയറായിരുന്നു. പക്ഷെ അവൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ട് തന്നെ. അതൊക്കെ കഴിയുമ്പോഴേക്ക് അനിയത്തി വന്നു. അനിയത്തി വരുമ്പോൾ നക്ഷക്കും അപ്പുക്കും കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ അവരെ കളിക്കാൻ വേണ്ടി എടുത്ത്. പിന്നെ നമ്മൾ ഫ്രോസ്റ്റിങ്ങിൻ്റെ പണി തുടങ്ങി. കേക്കിൻ്റെ മാത്യൂസ് കേക്കായിരുന്നു ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒക്കെ ആക്കി അത് സെറ്റാക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ചു. ആ ഫ്രോസ്റ്റിംഗ് അപ്പു നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമ്മൾ വിചാരിച്ചു താഴെ നക്ഷക്ക് വേവ് ബോർഡ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ നമുക്ക് സ്കേറ്റിംഗ് റിങ്ങിലേക്ക് പോകാമെന്ന് വിചാരിച്ച് താഴേക്ക് പോയി. അപ്പു ആണെങ്കിൽ സൈക്കിൾ ഇല്ലാതെ വരുന്നുണ്ടായിട്ടില്ല. അവൻ പക്ഷെ സൈക്കിൾ ഇരുന്നാൽ അവിടെയും ഇവിടെയും പോവുക ചെയ്യുക. അപ്പം അവളെ സ്കേറ്റിംഗ് റിങ്ങിലൊക്കെ കൊണ്ടുപോയി. അവൾ നന്നായിട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് നാളെ ഏച്ചി വരുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് അന്ന് രാത്രി തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിച്ച്. അടിപൊളി കേക്കായിരുന്നു, മോശമില്ല. അതായത് അവരെ കേക്ക് ഇന്നുവരെ കഴിക്കാത്തതുകൊണ്ട് അതന്നെയാണോ ടേസ്റ്റ് ഒന്നും എനിക്കറിയില്ല. ഞാൻ റെസിപ്പി ഓൺലൈനിൽ കണ്ട് ആക്കിയതാ. ഓക്കെ ദെൻ ബൈ.